ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അതുപോലെ ഞങ്ങളിപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിലാണ്. അതുപോലെ നമ്മുടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും ക്യാമറാമാൻ ടെക്നീഷ്യന്മാരൊക്കെയാണ് നമ്മളോട് ഉള്ളത്. ഇത് സിന്ധു, അതായത് ഒത്തിരി ഷോർട്ട് ഫിലിമിലും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം അതുപോലെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സിന്ധു. എന്താണ് നമ്മളെ അഭിപ്രായം പറ, നമ്മളോടുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ്? ആദ്യത്തെ അല്ല, രണ്ടാമത്തെ? ഇത് രണ്ടാമത്തതാണ് ഇവരുടെ കൂടെയുള്ള ഷോർട്ട് ഫിലിം. ഇതും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ പിന്നെ പറ അങ്ങോട്ട് വരട്ടെ, പറ നമ്മളോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നല്ലതാണ്. അവരുടെ കൂടെ രണ്ടാമത്തതാണ് ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല ആൾക്കാരാണ്. ഒത്തിരി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിമില് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് ലാല് ധാരാളം ഷോർട്ട് ഫിലിം അതുപോലെ സീരിയലൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലാലെ, നമ്മളോടുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ, എന്താണ്? ആദ്യം ഒരു വർക്കിന് വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ വർക്കിന് വിളിച്ചപ്പോഴേ ഞാൻ വന്നിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. അതായത് നമ്മളെല്ലാം എൻജോയ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നായകനാണ് അത് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞേക്ക്, കുഴപ്പമില്ല. പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ വർക്കിനകത്തും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അംജിത്ത്. നമ്മുടെ പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അംജിത്ത് ആണ് നമ്മുടെ ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒത്തിരി സീരിയലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കഥയും തിരക്കഥയും അതുപോലെ ഡയറക്ഷനും ഒക്കെ ചെയ്യുന്നത് അംജിത്താണ്. അതുപോലെ തന്നെ ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഓടി വന്നു. അംജിത്തെ, ഞാൻ വേറെ വർക്കിലായിരുന്നു. അപ്പോൾ സുരേന്ദ്രൻ ചേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ 5-ാമത്തെ 6-ാമത്തെ വർക്കാണ് തോന്നുന്നത്. അതെ, ഫസ്റ്റ് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് നാളുകൊണ്ട് പിന്നെ കുറച്ചുള്ളൊരു ഇടവേള ചെയ്ത് വന്നതിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തു, നല്ല സഹകരണം. അതുപോലെ തന്നെ നമ്മളെ അടുത്ത സുഹൃത്ത്, പേരൊന്ന് പറഞ്ഞങ്ങോട്ട് പരിചയപ്പെട്ടെ. പേര് റഹീമാണ്. പിന്നെ ഒത്തിരി ഷോർട്ട് ഫിലിമിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ഏതൊക്കെയായിരുന്നു? പിന്നെ ഒരു 10-12 ഉണ്ട്. അപ്പൊ നമ്മളോടുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ? അതെ, ആദ്യത്തെ. അപ്പൊ അണ്ണ ഒരുപാട് വർക്കുകൾ വിളിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും വരാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഈ പ്രാവശ്യം എന്തായാലും ഉറപ്പായിട്ട് വരണമെന്ന് വിചാരിച്ച് വന്നു. പിന്നെ ഷൂട്ടിലൊക്കെ പങ്കെടുത്ത് നല്ല എക്സ്പീരിയൻസ്, പിന്നെ നല്ല സഹകരണം എല്ലാം കൊള്ളാം. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റും ക്യാമറമാനും ടെക്നീഷ്യന്മാരും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പുറകിൽ നിൽക്കാൻ വേറെ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്നവരെല്ലാം തന്നെ നമുക്കൊപ്പം ചങ്കോട് ചേർന്ന് നിന്നാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുനിൽ രാജ് വട്ടപ്പാറ സ്വദേശിയാണ്. സുനിലെ, നമ്മുടെ ആദ്യത്തെ വർക്കല്ലേ? ആദ്യത്തെയാണ്. എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഒരു പുതിയൊരു അനുഭവമാണ്. അപ്പോ അഭിനയൊക്കെ എങ്ങനെ? എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റി. ഒരു പിടിച്ചു കെട്ടിയുള്ള ഒരു ഇതല്ല, എല്ലാരും ഫ്രീ ആയിട്ട് വിട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രത്യേകത, എന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഇവിടെ എല്ലാവരും സഹോദരങ്ങളെ പോലെ ഇടപെട്ട് അല്ലേ. അപ്പോ ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിം ഉടനെ തന്നെ റിലീസ് ആവുന്നതാണ്. അപ്പൊ എല്ലാവരും കാണുക, നമുക്ക് വേണ്ട പൂർണ്ണ സപ്പോർട്ട് തരിക, അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും മാത്രമാണ് നമുക്ക് പറയാനുള്ള. ഞങ്ങളുടെ ഈ പുതിയതായിട്ട് വന്ന ആൾക്കാരെ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇവർക്ക് വീണ്ടും വീണ്ടും അഭിനയിക്കാനുള്ള ഒരു അവസരം വരുന്നത് നിങ്ങളെപ്പോലെ ഉള്ളവരുടെ നല്ല നല്ല മെസ്സേജുകളാണ്. അത് തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ബൈ.